ഹായ് എവ്രി വൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ താളി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. സോ പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതാണ് താളി എന്ന് പറയുന്നത്. സോ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും, പക്ഷേ ഇങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നാട്ടിലുള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ചെയ്യണത്. സോ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മുടി വളരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കാണ്ടിരിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കും. എനിക്ക് വീട്ടിൽ തന്നെ മരമുള്ള കാരണം അതിൽ നിന്നൊരു 10-20 തണ്ട് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി വീട്ടിൽ മരം ഇല്ലാച്ചാൽ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ മേടിക്കണ കരിവേപ്പില ഉപയോഗിച്ചാലും മതി. സോ അത് ഞാനൊരു 10-20 തണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. വേപ്പിലയുടെയും ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാം. ഇത് ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒരുപാടുള്ള കാരണം ഡാൻഡ്രഫ് നന്നായിട്ട് ഇത് കുറയ്ക്കും കേട്ടോ. അതേപോലെ ഈ സ്കാൽപ്പിൽ തലയോട്ടിയിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇത് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പെയിൻ ശല്യം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ഞാൻ ഇതിന് മുന്നേ പെയിൻ കുറയാൻ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാർട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. പിന്നെ ഞാൻ ഇതും ഇതേപോലെ തന്നെ ഒരു 10-20 തണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഇത് വീട്ടിൽ ചെടിയുള്ള കാരണം ഞാൻ അതിൽ നിന്ന് തന്നെയാണ് പൊട്ടിച്ചെടുക്കണേ. ഇത് അങ്ങനെ വീട്ടിലില്ലാത്തവർക്ക് നമുക്ക് പുറത്തുനിന്ന് ഈ വേപ്പിലയുടെ പൊടി മേടിക്കാൻ ആയുർവേദ ഷോപ്പിൽ ഈസിലി നമുക്ക് ഇതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും. അത് മേടിച്ചാലും മതി, പക്ഷെ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അടുത്തത് നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിലും വളരെ നല്ലതാണ്. ഇത് എഗെയിൻ നമുക്ക് മുടി പെട്ടെന്ന് നരയ്ക്കാണ്ടിരിക്കാൻ സഹായിക്കും, മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും. അതിനേക്കാളും ഉപരി ഇത് മുടി കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ സഹായിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു 10-20 ഇല പൊട്ടിച്ചെടുക്കാം. പൂവുണ്ടെങ്കിൽ വളരെ നല്ലത്, പൂവും പൊട്ടിക്കാം. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈലാഞ്ചിയുടെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് കൂളാക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഭയങ്കര ചൂടുകാലമല്ലേ, അതുകൊണ്ട് സ്കാൽപ്പ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ചൂടും വേർപ്പും ഒക്കെ കൂടിയിട്ട് ഭയങ്കര തലയിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൈലാഞ്ചി തേക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളിതൊരു ഹെയർ പാക്ക് ആയിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാത്ത കാരണം ഇത് മുടി കളർ ചെയ്യൊന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചിലർക്ക് മൈലാഞ്ചി വെച്ചിട്ട് കളർ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തത്. സോ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തുളസിയാണ്. തുളസിയിൽ എഗെയിൻ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ തുളസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് കുറയ്ക്കാനും എന്തെങ്കിലും സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിടി കരിവേപ്പില എടുക്കുന്നത്. അടുത്തത് കറ്റാർവാഴയുടെ ചെടിയാണ്. അതും എഗെയിൻ നമുക്ക് നല്ലൊരു കണ്ടീഷണറാണ്. മുടിയിൽ മുടിക്ക് ഒരു ഷൈൻ തരാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അതൊരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് വീട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാനിതൊക്കെ എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 2-3 സാധനങ്ങളെ അവൈലബിൾ ആയിട്ടുള്ളൂ വെച്ചാൽ അതെടുത്താൽ മതി. അതല്ല വെച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ പൊടികൾ നമുക്ക് ആയുർവേദ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചാൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതെടുത്താലും മതി. സോ 1-2 ഐറ്റം കുറവുണ്ടെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ അത്രയും ബെനിഫിഷ്യലാണ്. ഇനി കിട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല, അതങ്ങോട്ട് ഒഴിവാക്കാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടിന്ന് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് അരയ്ക്കും. നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് ഇത് അരയ്ക്കാൻ പോണത്. അരച്ചിട്ട് നമ്മളിത് മുടിയിൽ തേക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ മുടിയിൽ തേക്കുമ്പോൾ ഒരുപാട് പൊടികളുണ്ടാവും, അതുകൊണ്ട് മുടിയിൽ നന്നായിട്ടൊന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ മൈൽഡായിട്ടൊരു ഷാമ്പൂ ഇടാം. ഇത് ശരിക്കും ഷാമ്പൂവിന് പകരം ഉപയോഗിക്കുന്നതാണ് ഈ താളി എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിതിങ്ങനെ മുടിയിൽ ഒരുപാട് പൊടി ഇരിക്കണത് പോണില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളധികം എണ്ണയൊന്നും തേക്കണില്ല, വെറുതെ ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഷാമ്പൂ ഉപയോഗിച്ചില്ലെങ്കിലും നല്ലതാണ്. ഷാമ്പൂ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷേ ഒരുപാട് പൊടിയുണ്ട്, അത് പോണില്ലെങ്കിൽ പിന്നെ നമുക്ക് ഷാമ്പൂ ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. സോ ഇത് വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നീരെടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഇത് ഞാൻ അരച്ചൊരു പാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് വെള്ളമല്ല, ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്താ വെച്ചാൽ നമ്മൾ വാർത്തതിന് ശേഷം ചോറ് വെച്ചിട്ട് വാർത്തതിന് ശേഷം അത് അങ്ങനെ അടച്ചു വെക്കുക. പിന്നെ ഒരു രാത്രി വെക്കുക. അത് ഒരു രാത്രി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കട്ടിയാവും. ഇത് ഫെർമെൻറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിന് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്. അത് നമ്മുടെ മുടി ഒരുപാട് നറിഷ് ചെയ്യാനും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഈ ഇലകൾ നമ്മൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം മിക്സി നന്നായി കഴുകിയാൽ മതി. ഞാൻ ലാസ്റ്റ് ഹെയർ പാക്കിൽ കുറച്ചധികം പേര് ചോദിക്കേണ്ട ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കയ്പ്പ് സ്വാദ് വരുമോ, നമ്മൾ വേറെ എന്തെങ്കിലും മിക്സിയിൽ അരയ്ക്കുമ്പോൾ കയ്പ്പ് സ്വാദ് വരുമോ എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ നന്നായി കഴുകിയെടുത്താൽ ഒരു പ്രശ്നമില്ല. നമ്മൾ മുടിയിൽ സാധാരണ ഇങ്ങനെ അപ്ലൈ ചെയ്യുക വെച്ചാൽ അതേപോലെ വകച്ചിലെടുത്ത് നന്നായി അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഒരു 30 to 40 മിനിറ്റ് വെക്കുക. അതിനുശേഷം കഴുകിക്കളയുക. വെറുതെ കഴുകിക്കളഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ അത് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. ഹാർഷായിട്ടുള്ള ഷാമ്പു ഒന്നല്ല, മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു. പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പൊടികളുണ്ടാവും, അതൊന്ന് മുടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അത് അങ്ങനെയാച്ചാൽ പോവും. സോ അത് തേച്ചിട്ട് ഉള്ള മുടിയാണിത്. ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടീഷണർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി ഭയങ്കര പരപരത്ത മുടിയാണ്. ഒട്ടും സോഫ്റ്റ് അല്ല, ഒട്ടും സിൽക്കി അല്ല, ഭയങ്കര ഹാർഡായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള മുടിയാണ് എൻ്റെ. അപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് സോഫ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. സോ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴൊക്കെയാണ് പറ്റണമെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കടയിൽ നിന്ന് മേടിക്കുന്ന സാധനത്തിനെക്കാളും ഒരുപാട് ബെനിഫിഷ്യലാണ്. എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ ബെനിഫിഷ്യൽ ആയോ എന്ന് പറയൂ. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഉപയോഗിക്കണ്ടേ എന്നുള്ള ഒരു സംശയം തീരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.